ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഒരു കുറച്ച് ലെവൽസ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് നമുക്ക് ഇനി ഇപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു ലെവൽസ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയും ലെവൽസ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എനി ടൈം നമുക്ക് ലെവൽസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള ഷോർട്ട് കീ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് ലെവൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ. അതുപോലെ തന്നെ ഷോർട്ട് കീ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ ടാബിനകത്ത് ഡേറ്റ് എന്ന് പറയുന്ന പാനലിനകത്ത് ലെവൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് യൂസ് ചെയ്താലും മതിയാവും. രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലെവൽസ് എല്ലാം സെറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വോൾസ് വരച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ലെവൽ സെറ്റ് ചെയ്യുന്നത് എലിവേഷനിലാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ വോളൊക്കെ വരച്ചു കൊടുക്കുന്നത് എലിവേഷനിലല്ല, നമ്മൾ ഫ്ലോർ പ്ലാൻസിലായിരിക്കും നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പ്രൊജക്ട് ബ്രൗസറിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഫ്ലോർ പ്ലാൻസ്, സീലിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതില് ഫ്ലോർ പ്ലാൻസിലുള്ള ഏതെങ്കിലും ഒരു ലെവലിലായിരിക്കും നമ്മൾ വോള് വരച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ലെവലിലല്ല, നമ്മൾ പ്ലിന്ത് ലെവലാണ് മെയിൻലി ഗ്രൗണ്ട് ഫ്ലോർ വരയ്ക്കാൻ നേരത്ത് എടുക്കുന്ന ലെവൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ വോള് വരയ്ക്കുന്ന കേസിൽ നമ്മൾ ഏത് ലെവലാണോ ചൂസ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ വോള് വരയ്ക്കാനായിട്ട് പ്ലിന്ത് ലെവലാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലിന്ത് ലെവലിൽ നിന്നും മുകളിലോട്ടായിരിക്കും നമ്മുടെ വോള് ക്രിയേറ്റ് ആയി വരുന്നത്. മനസ്സിലായോ? നമ്മൾ ഏത് ലെവൽ എടുക്കുന്നോ ആ ലെവലിൽ നിന്നും മുകളിലോട്ടാവും നമ്മുടെ വോള് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വോള് ഡെവലപ്പ് ആയി വരും. പക്ഷെ നമ്മളിപ്പം അതിനുശേഷം ഫ്ലോർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഫ്ലോർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഏത് ലെവൽ സെലക്ട് ചെയ്യുന്നോ അതിന് താഴേക്കായിരിക്കും നമ്മുടെ ഫ്ലോർ ക്രിയേറ്റ് ആയി വരുന്നത്. അതാണ് ഈ ഒരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുന്നതും വോൾ ക്രിയേറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ ആ ഒരു ടൈം എത്തുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? ഈ വോള് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്ലിന്ത് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടുന്ന് പ്ലിന്ത് ലെവൽ എന്ന് പറയുന്ന ലെവലാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഏതൊക്കെ ലെവൽസ് ആണോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ലെവൽസുകളെല്ലാം നമുക്ക് ഫ്ലോർ പ്ലാൻസിനകത്ത് കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു 5 ലെവൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അത് ഫ്ലോർ പ്ലാൻസിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്കത് സൈറ്റ് ക്രിയേഷന്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെവൽസുകളാണ്. അതിൽ പ്ലിന്ത് ലെവലിൽ നിന്നാണ് നമ്മൾ വോള് വരുന്നത്. സോ ഞാൻ പ്ലിന്ത് ലെവലിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏത് ലെവലിലോട്ടും ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ വോള് വരയ്ക്കുന്നത്. വോള് വരയ്ക്കാനായിട്ട് നമ്മൾ ആർക്കിടെക്ചർ ടാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ തന്നെ പറഞ്ഞു. വോൾ, ഡോർ, വിൻഡോ, അങ്ങനെ നമുക്ക് ഓരോ കമ്പോണൻസ് കാണാം. അതിൽ നമ്മൾ ബോളാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ബോൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോൾസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുക. നമ്മൾ എന്തിനാണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിരിക്കും നമുക്ക് പ്രോപ്പർട്ടീസിൽ കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ബേസിക് വോൾ ജനറേറ്റ് 200 mm എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. അത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് റെവിറ്റിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വോളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ ജനറേറ്റ് 200 mm ആണ് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് വോൾസ് ഇതിനകത്ത് കാണാൻ പറ്റും. ജനറേറ്റ് 300 mm ഉണ്ട്, 25 mm ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് വോൾസ് നമുക്ക് ഇതിനകത്ത് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് മേ ബി ചിലപ്പോ നമുക്ക് ഒരു 23 സെന്റിമീറ്റർ 20 mm വോൾ എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്ററിന്റെ വോളാണ്. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 23 സെന്റിമീറ്ററിന്റെ വോളാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അങ്ങനെ ഒരു വോളിനെ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് നമ്മുടെ വോളിന്റെ വെറുതെ ഈ ഒരു ജനറേറ്റ് 200 mm എന്ന് പറയുന്ന ഒരു വോൾ എടുത്ത് വരച്ചിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ വരയ്ക്കുന്നതിലോട്ട് പോവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നോർമൽ ജനറേറ്റ് 200 mm എന്ന് പറയുന്ന ഒരു വോൾ തന്നെയാണ് ഇതിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെവൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ വോള് ഏത് ലെവൽ മുതൽ ഏത് ലെവൽ വരെയാണ് വേണ്ടത് എന്നുള്ള ലെവൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബേസിക് വോളിന്റെ ഈ ഒരു പ്രോപ്പർട്ടീസിനകത്ത് ഈ ബേസിക് വോൾ എന്ന് പറയുന്നത് നമ്മൾ ഏതാണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ വോൾ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോ ജനറേറ്റ് 200 mm സെലക്ട് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ബേസിക് വോൾ ജനറേറ്റ് 200 mm എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇൻ കേസ് ഞാനൊരു 300 mm വോൾ ഇവിടുന്ന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോൾ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ജനറിക് 200 mm തന്നെ വോൾ എടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ബേസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ബേസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ വോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് ബേസ് കൺസ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ വോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലിന്ത് ലെവലിൽ നിന്നാണ്. അപ്പൊ ഞാൻ ബേസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷന് നേരെ വരുമ്പോൾ ജസ്റ്റ് ഈ പ്ലിന്ത് ലെവലിന്റെ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആരോ കിട്ടും. അത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലെവൽസും ഇവിടെ കാണാൻ പറ്റും. എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്ലിന്ത് ലെവലിൽ എന്ന് പറയുന്ന ലെവൽ എടുത്തിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പ്ലിന്ത് ലെവലാണെന്ന് പറയുന്ന ലെവലാണ് എടുത്തിരിക്കുന്നതെങ്കിലും ബേസ് കൺസ്ട്രെയിനിൽ വന്നിട്ട് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഇവിടെ നിന്ന് ബേസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് ബോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് ബേസ് കൺസ്ട്രെയിൻ എന്നാണ്. അപ്പൊ എനിക്ക് ഇവിടെ പ്ലിന്ത് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത് ബേസ് കൺസ്ട്രെയിൻ കൊടുത്തു. നെക്സ്റ്റ് എനിക്ക് എവിടെയാണ് നമ്മുടെ ബോൾ എൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. എൻഡ് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ടോപ്പ് കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ബേസ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് വോൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ടോപ്പ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് വോൾ എൻഡ് ചെയ്യുന്നതുമാണ്. അപ്പൊ എനിക്ക് ടോപ്പ് കൺസ്ട്രെയിൻ വേണ്ടത് റൂഫിന്റെ ബോട്ടം വരെയാണ്. അതായത് നമ്മുടെ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് താഴെ വരെ, അതുവരെയാണല്ലോ നമ്മുടെ ബോൾ വന്ന് നിൽക്കുക. അപ്പൊ എനിക്ക് ടോപ്പ് കൺസ്ട്രെയിൻ കൊടുക്കേണ്ടത് റൂഫ് ബോട്ടം എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ടോപ്പ് കൺസ്ട്രെയിൻ നേരെയുള്ള ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ കിട്ടും. അതിൽ നിന്ന് നമ്മൾ റൂഫ് ബോട്ടം എന്ന് പറഞ്ഞ RB എന്ന് പറഞ്ഞൊരു ലെവൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് റൂഫ് ബോട്ടത്തിന്റെ ലെവൽ. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺകണക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിവിടെ ഒരുപാട് ലെവൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലിന്ത് ലെവലിലാണ്, എൻഡ് ചെയ്യുന്നത് റൂഫ് ബോട്ടത്തിലാണെന്നൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് എനിക്ക് ഇപ്പൊ ഒരു വോൾ വേണ്ടത് ഒരു 400 ഹൈറ്റിലാണ് എനിക്കൊരു വോൾ വേണ്ടത്. പക്ഷെ ആ ഒരു 400 ഹൈറ്റ്, അതായത് വോൾ എൻഡ് ചെയ്യുന്ന ആ ഒരു 400 ഹൈറ്റിന്റെ ലെവൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ലെവൽസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു വോളിനെ എനിക്കൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ലെവലിലോട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അൺകണക്റ്റഡ്. ടോപ്പ് കൺസ്ട്രെയിനകത്ത് അൺകണക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ അൺകണക്റ്റഡ് ഹൈറ്റ് എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതും കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്കിവിടെ ഇപ്പൊ അൺകണക്റ്റഡ് എന്ന് പറയുന്ന ടോപ്പ് കൺസ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇപ്പൊ ഒരു 400 ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 400 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 400 സെന്റിമീറ്റർ ആകുമ്പോഴേക്കും നമ്മുടെ ബോൾ അവിടെ എൻഡ് ചെയ്തിരിക്കും. ഓക്കെ ആണോ ഇതുവരെ? ഹലോ, ഓക്കെ ആണോ? അപ്പൊ നമുക്ക് റൂഫ് ബോട്ടം എന്ന് പറയുന്ന ലെവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺകണക്റ്റഡ് ഹൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കിട്ടത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഞാൻ ബേസ് കൺസ്ട്രെയിനും ടോപ്പ് കൺസ്ട്രെയിനും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വോള് വരച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ആർക്കിടെക്ചറിനകത്ത് വോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും, ഇങ്ങനെ ഒരു ടൂൾ പാനൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിനകത്ത് ഡ്രോ എന്ന് പറയുന്ന ഒരു പാനൽ ഉണ്ടാവും. ആ പാനലിലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓരോ ഷേപ്പിനുള്ളത് വരച്ചു കൊടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഞാൻ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വോൾ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വെറുതെ വോൾസ് നമുക്ക് ലൈൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇൻ കേസ് അങ്ങനെയല്ല എനിക്കൊരു റെക്ടാംഗുലർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ റൂം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ റെക്ടാംഗിൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. സർക്കുലർ ടൈപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സർക്കിൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എത്ര റേഡിയസ് എന്നുള്ളത് കൊടുക്കാം. ആർക്ക് ടൈപ്പ് ആണ് വോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മൾ ക്യാഡിലൊക്കെ പഠിക്കത്തില്ലേ, അതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ ജസ്റ്റ് ഇവിടെ റാൻഡം ആയിട്ട് വരച്ചതാണ്, അത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുവാണ്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ആർക്കിടെക്ചറിൽ വോൾ എടുത്തു. വോൾ എടുത്ത ശേഷം ഇപ്പൊ ഞാൻ വെറുതെ ഒരു പ്ലാൻ ഇങ്ങനെ വരയ്ക്കുവാണ്. അതായത് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ഡയമെൻഷൻ ഒന്നും ഇല്ല, വെറുതെ വരയ്ക്കുവാണ്. ഇവിടെ നമ്മൾ വോൾ വരയ്ക്കുമ്പോൾ ഇവിടെ ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് വോൾ സെന്റർ ലൈൻ ആണ് കിടക്കുന്നത്. ലൊക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വോൾ മെഷർ ചെയ്യുന്നത്, വോളിന്റെ ഡിസ്റ്റൻസ് റെവിറ്റ് മെഷർ ചെയ്യുന്നത് സെന്റർ ലൈൻ വെച്ചിട്ടാണ്.
അതായത് ഒരു വോൾ വരച്ചു, അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു വോളും വരച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് വോൾസിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് വോളിൽ മെഷർ ചെയ്ത് കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു ലൈൻ എടുത്ത ശേഷം ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് വരച്ചു. ഇനി ഈ വോൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോറി, വോൾ സെലക്ട് ചെയ്യല്ല, നമുക്ക് ഇവിടെ അനോട്ടേറ്റ് ടാബിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അലൈൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡയമെൻഷനിങ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും കേട്ടോ. ജസ്റ്റ് ഇപ്പൊ അലൈൻഡ് ഡയമെൻഷൻ എടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ സൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ ബോളിന്റെ സെന്റർ ലൈൻ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനെ നമുക്ക് വരുന്നുള്ളൂ. കണ്ടോ, വോളിന്റെ സെന്റർ, ഈ ഒരു വോളിന്റെ സെന്റർ ലൈൻ മുതൽ ഈ ഒരു വോളിന്റെ സെന്റർ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. മനസ്സിലായോ? ഇവിടെ അത് എന്ന് വെച്ചാൽ നമ്മുടെ വോള് മെഷർ ചെയ്യുന്നത് സെന്റർ ലൈൻ വെച്ചിട്ടാണ്. അതായത് ഇപ്പോ എനിക്കൊരു 300x300ന്റെ ഒരു റൂം വരയ്ക്കണം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു റൂം വരയ്ക്കാനായിട്ട് ആർക്കിടെക്ചർ ടാബിൽ വോൾ എടുത്തു. ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് 300x300ന്റെ വാള് വരയ്ക്കാൻ പോവാണ്. അതായത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു വോള്, എനിക്കൊരു 300x300ന്റെ ഒരു റൂമാണ് വരയ്ക്കേണ്ടത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഡിൽ എങ്ങനെയായിരിക്കും വരയ്ക്കുക? ഒരു ലൈൻ എടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ 300 നമുക്ക് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നുകിൽ മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പോർഷൻ വരെ ജസ്റ്റ് മൗസിന്റെ കഴ്സർ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ 300 എന്ന് കൊടുത്തു. അതിനുശേഷം മുകളിലോട്ട് എനിക്ക് 300 ആണ് വേണ്ടത്. സോ ഞാൻ 300 എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ നമുക്ക് ഈ ഒരു എൻഡ് പോർഷൻ എത്തുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേഷൻ പോലെ നമുക്ക് ലൈൻസ് കാണാൻ പറ്റും. സോ ഞാൻ അവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു. താഴെ ഈ ഒരു സെന്റർ പോർഷനിൽ പിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഞാൻ വരച്ചത് എന്താണ്? 300x300ന്റെ വോൾ ആണെന്ന് ഉള്ള രീതിയിലാണ് ഡയമെൻഷൻ നമ്മൾ കൊടുത്തത്. പക്ഷേ നമ്മൾ ഇനി ഇവിടെ അനോട്ടേറ്റ് ടാബിനകത്ത് വന്നിട്ട് ഇവിടെ ഡയമെൻഷൻ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഡയമെൻഷൻ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ടൂൾസുകൾ ഉണ്ട്. അതിൽ അലൈൻഡ് ഡയമെൻഷൻ ആണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്യാഡിനകത്താണെങ്കിൽ നമ്മൾ അലൈൻഡ് ഡയമെൻഷൻ യൂസ് ചെയ്തത് എപ്പോഴാണ്? നമുക്ക് ഒരു ഒരു സ്ട്രെയിറ്റ് അല്ലാതെ വേറെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻസ് ഡയമെൻഷൻ ചെയ്യാനായിരുന്നു അലൈൻ ഡയമെൻഷൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് അലൈൻ ഡയമെൻഷൻ തന്നെയാണ് ഇവിടെ നോർമലി ഡയമെൻഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് അലൈൻ ഡയമെൻഷൻ എടുത്തിട്ട് ഈ വോളിന്റെ മെഷർ ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മളിവിടെ വോളിനെ മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് സെന്റർ ടു സെന്റർ ഡയമെൻഷൻ ആയിരിക്കും മെഷർ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുക. അതിന്റെ റീസൺ ഇവിടെ വോൾ സെന്റർ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ. അതിനകത്ത് അത് വോൾ സെന്റർ ലൈൻസ് എന്ന് പറയുന്നതാണ് കിടക്കുന്നത്. അതായത് ഒരു വോളിന്റെ സെന്റർ മുതൽ അടുത്ത വോളിന്റെ സെന്റർ വരെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സെന്റർ ടു സെന്റർ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. നമുക്ക് വോൾ ഫേസസിലോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോളിന്റെ ഫേസസുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ ഇവിടെ വോൾ ഫേസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വോളിന്റെ ഫേസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. എനിക്ക് വേണ്ടത് ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ആണ് ഇപ്പൊ വേണ്ടത്. സോ ഞാൻ ഇന്നർ വോളിനെ രണ്ടിനെയും ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ 280 വന്നിട്ടുള്ളൂ. ഞാൻ 300 കൊടുത്തിട്ടുണ്ടെങ്കിലും 280 വന്നിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാല് നമ്മള് വോളിന്റെ സെന്റർ ലൈൻ വെച്ചിട്ട് നമ്മൾ വോൾ വരയ്ക്കുന്ന സമയത്ത് ലൊക്കേഷൻ ലൈൻ വോൾ സെന്റർ ലൈൻ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവര് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 300 ആണെങ്കിലും മെഷർ ചെയ്യുന്നത് സെന്റർ ടു സെന്റർ ആയിട്ടേ മെഷർ ചെയ്യുള്ളൂ. ഞാൻ 300 കൊടുത്തെങ്കിലും അവർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് 300 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ അലൈൻ ഡയമെൻഷൻ എടുത്തിട്ട് ഈ വോൾ ഫേസസ് മാറ്റി വോൾ സെന്റർ ലൈൻ ആക്കി. എന്നിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു വോളിന്റെ സെന്റർ മുതൽ അടുത്ത വോളിന്റെ സെന്റർ വരെയുള്ള ലൈൻ കാണാൻ പറ്റും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കറക്റ്റ് 300 കാണാൻ പറ്റും. മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇതില്? ക്ലിയർ ആയി. ഓക്കെ. അപ്പം നമ്മൾ ഇനി ഒരു 300ന്റെ വോള് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരയ്ക്കേണ്ടത്? 300ന്റെ കൂടെ നമ്മുടെ രണ്ട് വോൾസിന്റെയും സെന്റർ അതായത് ഒരു ഹാഫ് തിക്നെസ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എനിക്കൊരു 300 വോൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 300ന്റെ കൂടെ ഈ വോളിന്റെ ഹാഫും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് വരച്ചിരിക്കുന്നത് 20 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള വോളാണ്.
അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും 300ന്റെ ഒരു ഇന്നർ ടു ഇന്നർ 300 ഡയമെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 300ന്റെ കൂടെ ഈ ഒരു 20യുടെ ഹാഫ്, അതായത് 10 പ്ലസ് ഈ ഒരു 20യുടെ ഹാഫ് 10. അപ്പം മൊത്തത്തിൽ 300 പ്ലസ് 20, 320 വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. ഒരു 300ന്റെ വോള് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 300 ഡയമെൻഷൻ വേണം കൊടുക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് കറക്റ്റ് 300 തന്നെ കിട്ടുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ ടാബിൽ വന്നു, വോൾ എടുത്തു, ഞാൻ ഇവിടുന്ന് ലൈൻ ചൂസ് ചെയ്തു. ഞാൻ ഇങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത് 320 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ 320 കൊടുത്തു. മുകളിലോട്ടും ഞാൻ 320 തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അനോട്ടേറ്റ് ടാബിൽ വരിക, അലൈൻഡ് ഡയമെൻഷൻ എടുക്കുക. ഇവിടെ വാൾ സെന്റർ ലൈൻ ആണ് കിടക്കുന്നത്. എനിക്ക് ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ആണ് കാണുന്നത്. സോ വാൾ സെന്റർ ലൈൻ മാറ്റിയിട്ട് ഞാൻ വാൾ ഫേസസ് കൊടുത്തു. അതിനുശേഷം ഈ 2 ഫേസസ് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് എന്തായി? കറക്റ്റ് 300 ഡയമെൻഷൻ കിട്ടി. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എപ്പോ വരയ്ക്കുമ്പോഴായാലും എത്രയാണോ നമുക്ക് വേണ്ടത് ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ, അതിന്റെ കൂട്ടത്തില് നമ്മൾ എത്ര തിക്നെസ് ഉള്ള വോൾ എടുത്തോ അതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലുള്ള വോളിന്റെ സെൻട്രൽ ലൈൻ തിക്നെസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പൊ ഞാൻ 20 സെന്റിമീറ്ററിന്റെ വോൾ എടുത്തത് കൊണ്ടാണ് 300ന്റെ കൂടെ ഈ ഒരു വോളിന്റെ ഹാഫും ഈ ഒരു വോളിന്റെ ഹാഫും ആയപ്പോ 20 ആഡ് ചെയ്തത്. ഇൻ കേസ് നമ്മൾ ഒരു 23യുടെ വോളാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര കൊടുക്കും? 320ക്ക് പകരം 323 ആയിരിക്കും കൊടുക്കുക. ഇവിടുത്തെ 23ന്റെ ഹാഫ് പ്ലസ് ഇവിടുത്തെ 23ന്റെ ഹാഫ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ ഇവിടുന്ന് ആർക്കിടെക്ചറിനകത്ത് വോൾ എടുത്തിട്ട് ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് യൂസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ക്യാഡിലൊക്കെ ചെയ്ത പോലെ കുറച്ച് ഓഫ്സെറ്റ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ട്രിം ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വോൾസ് വെറുതെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിടുവാണ് കേട്ടോ. വെറുതെ റാൻഡംലി വരച്ചിടുവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോർ ഒന്നും വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാഡിലെ പോലെ ഓപ്പണിംഗ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു വാൾ ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി. വാളിന്റെ ഓപ്പണിംഗ്, ഡോറിനൊന്നും ഓപ്പണിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല വാൾസിനകത്ത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെച്ചു. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനെ ട്രിം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറിൽ വാൾ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മോഡിഫൈ എന്ന് പറയുന്ന പാനൽ കാണാൻ പറ്റും, കണ്ടോ? ഇതിനകത്തുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ വാൾസിനെയൊക്കെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ മോഡിഫൈ ടൂൾസിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. നമ്മൾ അലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്കിപ്പോ ഈ ഒരു വാളിലെ നമ്മുടെ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു വാള്, എനിക്ക് ആ വാളിനെ ഈ മുകളിലുള്ള വാളിന്റെ അത്രയും ഹൈറ്റിലോട്ട് അലൈൻ ചെയ്ത് വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ അലൈൻ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിതാ ഈ ഒരു വാളിനെ ഈ ഒരു ഹൈറ്റിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആർക്കിടെക്ചറിൽ വാൾ എടുക്കുക, അതാ ഇവിടെ അലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് ഏത് ബൗണ്ടറിയിലോട്ടാണോ നമ്മുടെ വാളിനെ കൊണ്ടുപോകേണ്ടത് ആ ബൗണ്ടറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. എനിക്കിതാ ഈ ഒരു വാളിനെ ഈ ഒരു ബൗണ്ടറിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ഞാൻ ബൗണ്ടറി ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ബൗണ്ടറി. ഞാൻ ഈ ബൗണ്ടറി സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് വാളിനെ ആണോ ആ ബൗണ്ടറിയിലോട്ട് കൊണ്ടുപോകേണ്ടത് ആ വാളിനെ സെലക്ട് ചെയ്യാം. എനിക്ക് ഈ ഒരു വാളിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു വാളിനെ സെലക്ട് ചെയ്തു, കണ്ടോ? ആ ഒരു ബൗണ്ടറിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അലൈൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നമ്മൾ ഇതിനി ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഈ ടൂൾസ് കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആവും. അപ്പൊ നിങ്ങളും കൂടെ, ഞാൻ പറഞ്ഞു തരുന്നതിലുപരി നിങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൂൾസ് കുറച്ചും കൂടെ ഫെമിലിയർ ആവത്തുള്ളൂ. നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൂൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. നമ്മൾ ക്യാഡിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഓഫ്സെറ്റ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഡിലാണെങ്കിൽ എനിക്കിപ്പോ ഒരു 15 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ 15 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും കൊടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാളിന് നമ്മൾ ഡയമെൻഷനിങ് കൊടുക്കുമ്പോൾ വാളിന്റെ നമുക്ക് ഇന്നർ ഡയമെൻഷൻ എത്രയാണോ അതിന്റെ കൂട്ടത്തിൽ
വോളിന്റെ തിക്നെസ് കൂടെ ആഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓഫ്സെറ്റ് കൊടുക്കുന്ന കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ ഓഫ്സെറ്റിന്റെ ടൂള്. അത് എടുക്കുവാണെങ്കിൽ നമുക്ക് എത്രയാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റും. എനിക്കിപ്പോ ഒരു 300 mm 300 സെന്റിമീറ്ററിൽ എനിക്ക് ഒരു വോളിനെ ഓഫ്സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഡയറക്റ്റ് 300 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാൻ പാടില്ല. 300ന്റെ കൂടെ നമ്മുടെ വോളിന്റെ തിക്നെസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വോളിന്റെ തിക്നെസ് എത്രയാണ്? 20 ആണ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലെ വോളിന്റെ തിക്നെസിന്റെ ഹാഫും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 തന്നെ കിട്ടും. അപ്പൊ എനിക്ക് 300 ഓഫ്സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 320 ആണ്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു 340 ഓഫ്സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട വാല്യൂ എത്രയായിരിക്കും? 340യുടെ കൂടെ നമ്മൾ 20 കൂടെ ആഡ് ചെയ്യണം, അതായത് 360. അപ്പൊ എനിക്ക് 340 ആണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ 360 കൊടുത്ത ശേഷം ഏത് വോളിനെയാണോ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ആ വോളിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ ഓഫ്സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കറക്റ്റ് ഡിസ്റ്റൻസിൽ തന്നെയാണോ അത് ഓഫ്സെറ്റ് ആയി വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതാ ഇവിടെ മെഷറിനകത്ത് നമുക്ക് ആ നേരത്തെ കണ്ട അനോട്ടേറ്റ് ടാബിൽ കണ്ട അതേ അലൈൻഡ് ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് ആ അലൈൻഡ് ഡയമെൻഷനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് വാൾ ഫേസസും സെലക്ട് ചെയ്ത് നോക്കുക. കണ്ടോ കറക്റ്റ് 340 തന്നെയാണ് ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ. നമ്മൾ 360 ആണ് കൊടുത്തതെങ്കിലും നമുക്ക് ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ 340 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓഫ്സെറ്റ് കൊടുക്കുമ്പോഴായാലും വോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴായാലും നമ്മുടെ വോളിന്റെ കൂടെ വോളിന്റെ ലെങ്തിന്റെ കൂടെ വോളിന്റെ തിക്നെസ്സും കൂടെ ആഡ് ചെയ്യണം. അത് എപ്പോഴും മറക്കാതെ ചെയ്യേണ്ടതാണ്. ഓക്കെ ഓക്കെ ആണോ? മിററിന്റെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിറർ പിക്ക് ആക്സിസ് ആണ്. രണ്ടാമത്തത് മിറർ ഡ്രോ ആക്സിസ് ആണ്. അതായത് നമുക്ക് മിറർ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ക്യാഡിനകത്ത് ഒരു ആക്സിസ് ലൈൻ വരച്ചു കൊടുക്കാറുണ്ട്. ഇൻ കേസ് ഇവിടെ നമുക്ക് ഓൾറെഡി ആക്സിസ് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിറർ ഓപ്ഷൻ എടുത്തതിന് ശേഷം ആ ആക്സിസ് ലൈൻ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇൻ കേസ് നമ്മുടെ ആക്സിസ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിസ് ലൈൻ വരച്ചു കൊടുക്കാനും പറ്റും. അപ്പം ആക്സിസ് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിറർ പിക്ക് ആക്സിസ് എന്ന് പറയുന്ന ടൂളായിരിക്കും യൂസ് ചെയ്യുക. ആക്സിസ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിറർ ഡ്രോ ആക്സിസ് എന്ന് പറയുന്ന ടൂളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ടും ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ഓക്കെ ഈ രണ്ട് വാളിനെ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഈ രണ്ട് വാൾസിനെ അതിന് മുന്നേ ഈ ഒരു വാൾ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. അപ്പം ഓക്കെ ഈ രണ്ട് വാൾസിനെ എനിക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് മിറർ ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് വാളിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് മിറർ പിക്ക് ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ആക്സിസ് ആയിട്ട് ഇവിടെ ഓൾറെഡി ഉള്ള ഈ വാളിന്റെ സെന്റർ ലൈൻ ആണ് പിക്ക് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു സെന്റർ ലൈനിന്റെ ബേസിസിലായിരിക്കും അടുത്ത വാൾ ഇങ്ങനെ മിറർ ആയി വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ആക്സിസ് പിക്ക് ചെയ്ത് കൊടുത്തു. കണ്ടോ അപ്പൊ ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഈ രണ്ട് വാൾസ് ഇങ്ങനെ മിറർ ആയി വന്നു. അപ്പൊ നമുക്ക് കയ്യിലൊരു ആക്സിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിറർ പിക്ക് ആക്സിസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഒരു ആക്സിസ് ഇല്ല എന്നുണ്ടെങ്കിൽ മിറർ ഡ്രോ ആക്സിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ആക്സിസ് ഇല്ല എന്ന് വിചാരിക്കാം. എനിക്കിപ്പോ ഈ രണ്ട് വാൾസിനെ എനിക്ക് ഇങ്ങോട്ട് മിറർ ചെയ്യണം. അപ്പൊ എന്റെ കയ്യിൽ ആക്സിസ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഈ രണ്ട് വാളിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് മിറർ ഡ്രോ ആക്സിസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആക്സിസ് വരച്ചു കൊടുക്കണം. എന്താ ഇങ്ങനെയായിട്ട് ആക്സിസ് വരച്ചു കൊടുക്കും. അപ്പൊ കണ്ടോ ആ ആക്സിസ് നമ്മൾ വരച്ചു കൊടുത്ത ആക്സിസിന്റെ ബേസിസിൽ അത് ഇങ്ങോട്ട് മിറർ ആയിട്ടുണ്ട്. ഓക്കെ അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ടൂളിലോട്ട് പോവാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് നമുക്ക് മൂവ് ചെയ്യാനുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വോളിനെ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തിനെയാണോ മൂവ് ചെയ്യേണ്ടത് അതിനെ ഫസ്റ്റ് സിലക്ട് ചെയ്യണം. എനിക്കിപ്പോ ഈ ഒരു വോളിനെയാണ് മൂവ് ചെയ്യേണ്ടത്. ഞാൻ അതിനെ സിലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് മൂവ് ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. കൺസ്ട്രെയിനും ഉണ്ട്, ഡിസ്ജോയിനും ഉണ്ട്. ഈ കൺസ്ട്രെയിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഡിലെ ഓർത്തോ ഇല്ലേ, ഓർത്തോ അതാണ് ഇവിടെ കൺസ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൺസ്ട്രെയിൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ വോൾ മൂവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു ആക്സസിലോട്ടും അതിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കൺസ്ട്രെയിൻ ഓൺ ആണെന്നുണ്ടെങ്കിലാണ് അങ്ങനെ. ഇൻ കേസ് കൺസ്ട്രെയിൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ അപ്പൊ കൺസ്ട്രെയിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോ പോലെയാണ് ആക്ട് ചെയ്യുന്നത്.
ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചു. വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അതിനെ മൂവ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അത് ഡിസ്ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റഡ് ഒബ്ജക്റ്റ് ആയിട്ട് മൂവ് ആയത്. ഇൻ കേസ് ഡിസ്ജോയിൻ ഓൺ ആയിരുന്നെങ്കിൽ, സോറി ഓഫ് ആയിരുന്നെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഞാൻ ഈ ഒരു വോളിന് സെലക്ട് ചെയ്തു, അതിനുശേഷം മൂവ് ഓപ്ഷൻ എടുത്തു, ഡിസ്ജോയിൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ്, ഓക്കെ. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്തു, അതിനുശേഷം മൂവ് ഓപ്ഷൻ എടുത്തു. ഡിസ്ജോയിൻ ഇവിടെ ഓഫ് ആണ്. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഈ വോളും തമ്മിലുള്ള കണക്ഷൻ കട്ട് ആവില്ല. അത് രണ്ടും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അല്ല ഇപ്പം അതിപ്പോ ഞാൻ മൂവ് ഓപ്ഷൻ എടുത്തിട്ട് ഡിസ്ജോയിൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. മനസ്സിലായോ? ഡിസ്ജോയിൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, രണ്ടും ഡിസ്ജോയിൻ ആയിട്ടായിരിക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഡിസ്ജോയിൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന വോള് അതുമായിട്ട് എപ്പോഴും അറ്റാച്ച് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് കോപ്പി ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് കോപ്പി ഓപ്ഷൻ എടുത്തു. ഇവിടെയും നമുക്ക് കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. കൺസ്ട്രെയിൻ ആണ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. ആ ഒരു സെയിം ലെവലിൽ തന്നെ മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഓൺ ആണ്. ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൾട്ടിപ്പിൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒറ്റ കോപ്പി എടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് കോപ്പി എടുക്കണമെങ്കിൽ ഒന്നുകൂടെ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണം, കോപ്പി ഓപ്ഷൻ എടുക്കണം, എന്നിട്ട് നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്യണം. അല്ലാതെ മൾട്ടിപ്പിൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് തന്നെ എത്ര കോപ്പീസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ? ഇതാണ് കോപ്പി ടൂളിന്റെ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൊട്ടേറ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഡിസ്ജോയിൻ ഓപ്ഷൻ ഇവിടെ ഓൺ ആണ്. അപ്പൊ ഡിസ്ജോയിൻ ഓപ്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ കറക്റ്റ് ആക്സിസ് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു വോൾ ഇങ്ങനെ വെർട്ടിക്കലി ആണ് നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ആക്സിസ് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക, അതിന്റെ സെന്റർ ലൈൻ വെച്ചിട്ട് ആണല്ലോ. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തു. പിക്ക് ചെയ്ത ശേഷം നമുക്ക് എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്കൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തെന്ന് കാണിക്കും. ഞാൻ 90 ഡിഗ്രി കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതെന്തായ ഒരു 90 ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഡിസ്ജോയിൻ ആണ് കൊടുത്തിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ കോപ്പി ഓഫ് ആണ്. കോപ്പി ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും, അതിന്റെ ഒരു കോപ്പി ആയിരിക്കും റൊട്ടേറ്റ് ആയി വരിക. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കോപ്പി ഓപ്ഷൻ എടുത്തു, റൊട്ടേറ്റ് ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഇവിടെ കോപ്പി എന്ന് പറയുന്നത് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഈ ഒരു വോളിന്റെ സെന്റർ ലൈൻ പിക്ക് ചെയ്ത് കൊടുക്കുക, അതായത് ഈ ഒരു ആക്സിസ് പിക്ക് ചെയ്യുക, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുക. ഞാനിപ്പോ ഇതിനെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറിജിനൽ ഒബ്ജക്റ്റും അവിടെ കാണും, അതുപോലെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു 3 ഓപ്ഷനും കൂടെ ഉണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ വഴിയെ പഠിക്കും, ഓരോ പ്രൊജക്ട് ചെയ്യുന്ന അനുസരിച്ച് പഠിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് ഉണ്ട്, ട്രിം ഓർ എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ക്യാഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ആവശ്യമില്ലാത്ത വാളിനെയാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രിം ചെയ്യാറ് അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള വാൾസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ആവശ്യമില്ലാത്തത് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പൊക്കോളും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പൊ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്നത് ഈ 3 തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഫില്ലറ്റ് ചെയ്യാറില്ലേ ക്യാഡിനകത്ത്, കോർണേഴ്സ് തമ്മിലുള്ള വാൾസിനെ കണക്ട് ചെയ്യാനായിട്ട്, ആ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്നതിൽ കിട്ടുക.
അതായത് ഏതെങ്കിലും കോർണറിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ട്രിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിമ്മർ എക്സ്റ്റെൻഡ് കോർണർ ആയിരിക്കും എടുക്കുക. ഇപ്പൊ എനിക്കിതാ ഇങ്ങനെ ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്, ഈ ഒരു വോൾ ഇങ്ങനെയും എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഇങ്ങനെ ഒരു വോളാണ്, ഇതാ ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെയുള്ള വോളാണ്. ഈ രണ്ട് ലൈൻസും എനിക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസും ഈ രണ്ട് വോൾസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തു, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ട്രിം ചെയ്യേണ്ട വോളിനെ അല്ല, നമുക്ക് വേണം എന്നുള്ള വോളിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. എനിക്കിതാ ഈ ഒരു വോളും വേണം, ഈ ഒരു വോളും വേണം. എനിക്ക് ഇത് രണ്ട് വോൾസ് ആണ് റിമൂവ് ചെയ്ത് കളയേണ്ടത്. ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ രണ്ട് വോൾസ് ആണ് റിമൂവ് ചെയ്യേണ്ടത്, പക്ഷെ അകത്തുള്ള ഈ രണ്ട് വോൾസ് വേണം. അപ്പൊ നമുക്ക് വേണമെന്നുള്ള വോൾസിനെ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു അകത്തെ വോൾ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ഇവിടെയും അകത്തെ വോളിനെ സെലക്ട് ചെയ്തു. അപ്പൊ കണ്ടോ, ആവശ്യമില്ലാത്ത രണ്ട് വോൾസ് അവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. അതാണ് ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ. ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു വോള് നമുക്ക് ഇവിടെ നിന്ന് ട്രിം ചെയ്ത് കളയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആവശ്യമുള്ള വോളിനെ മാത്രം സെലക്ട് ചെയ്യാം. എനിക്ക് ഈ ഒരു വോൾ ആവശ്യമുണ്ട്, ഈ ഒരു വോളും ആവശ്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത മറ്റേ വോൾ അവിടെ നിന്ന് റിമൂവ് ആകും. കോർണർ ഒബ്ജക്ട്സിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫില്ലറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റും ഉണ്ട്, ട്രിം ഓർ എക്സ്റ്റെൻഡ് മൾട്ടിപ്പിളും ഉണ്ട്. നമ്മൾ ക്യാഡിലാണെങ്കിൽ ട്രിമ്മും എക്സ്റ്റെൻഡും സെപ്പറേറ്റ് ടൂൾസ് ആയിരുന്നു, പക്ഷെ ഇവിടെ രണ്ടും സെയിം ടൂൾസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായത് എനിക്കിപ്പോ ഈ ഒരു വോളിനെ എനിക്ക് ട്രിം ചെയ്ത് കളയണം. അതായത് എനിക്ക് ഈ വോള് ഇത്രയും ഈ ഒരു എൻഡ് വരെ ലെങ്ത് വേണ്ട, നമ്മുടെ ഈ ഒരു വോളിന്റെ ലെങ്ത് വരെയാണ് എനിക്ക് ഈ വോള് കിട്ടേണ്ടത്. ഹൊറിസോണ്ടലി പോയിരിക്കുന്ന ഈ വോള് എനിക്ക് വെർട്ടിക്കലി പോയിരിക്കുന്ന വോളിന്റെ അതുവരെ മാത്രം മതി. അതിനുശേഷമുള്ള എക്സ്റ്റൻഷന്റെ ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് നേരത്തെ പോലെ നമ്മൾ അലൈൻ ഓപ്ഷൻ എടുത്തപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഹൊറിസോണ്ടലി പോയിരിക്കുന്ന വോള് എനിക്ക് എവിടെ വരെയാണ് വേണ്ടത് എന്നുള്ളൊരു ബൗണ്ടറി സെലക്ട് ചെയ്യാം. എനിക്കിതാ ഈ ഒരു ലൈൻ വരെയാണ് നമ്മുടെ വോള് വേണ്ടത്. സോ ഞാൻ ബൗണ്ടറി ആയിട്ട് ഈ ഒരു വോളിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് വോളാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എനിക്കിപ്പോ ഈ ഒരു വോളാണ് വേണ്ടത്, എനിക്ക് ഇതിനുള്ള ഈ ശേഷമുള്ള വോൾ വേണ്ട. സോ വേണമെന്നുള്ള വോളിൽ മാത്രം സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു വോളിനെ സെലക്ട് ചെയ്തു. അപ്പൊ കണ്ടോ, ആവശ്യമില്ലാത്ത ആ വോള് അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അതാണ് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ്. ഈ ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റും ട്രിം ഓർ എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റും സെയിം ആണ്. മൾട്ടിപ്പിൾ എലമെന്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു 2-3 വോൾസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടുന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റ് എടുത്തു. എനിക്കിതാ ഈ രണ്ട് വോൾസിനെ നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ വരെ, ഈ ഒരു ഹൊറിസോണ്ടലി പോയിരിക്കുന്ന വോളിന്റെ ഈ ഒരു സൈസ് വരെ മതി. മുകളിലോട്ട് വെർട്ടിക്കലി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ബൗണ്ടറി സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം വേണമെന്നുള്ള വോളിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പൊ ആവശ്യമില്ലാത്ത ആ രണ്ട് വോൾസ് അവിടെ നിന്ന് റിമൂവ് ആയി. ഈ രണ്ട് ഓപ്ഷനും സെയിം തന്നെയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഒരൊറ്റ വോളിനെ റിമൂവ് ചെയ്യാനും, രണ്ടാമത്തേന്ന് പറയുന്നത് എത്ര വോൾസ് വേണമെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റും മൾട്ടിപ്പിൾ എലമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണോ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ട്രിം ഓർ എക്സ്റ്റെൻഡ് ഒക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം നമ്മൾ ക്യാഡ് പഠിച്ചിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയാണ്. നമ്മൾ ക്യാഡിൽ ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ആവശ്യമില്ലാത്തതിനെയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ടൂൾസ് ഒക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇരിക്കുക. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി അടുത്തൊരു ടൂൾ ഉണ്ട്. അടുത്ത ടൂൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ പഠിച്ചു. കോർണറിലുള്ള വോൾസിനെ നമുക്ക് ഫില്ലറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത വോൾസിനെ ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതിനെ നമുക്ക് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിം ഓർ എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത് പഠിച്ചു. അപ്പൊ നമ്മൾ ഈ 3 ടൂൾസും ഓക്കെയാണ്. നെക്സ്റ്റ് എനിക്കിപ്പോ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ സെന്ററിലുള്ള വോളില്ലേ അതിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഈ രണ്ട് വോൾസിനിടയിലുള്ള ഇത്ര വോളിനെ മാത്രം എനിക്ക് റിമൂവ് ചെയ്താൽ മതി.
പക്ഷെ ഈ രണ്ട് വാൾസ് എനിക്ക് അവിടെ റിമെയിൻ ചെയ്യാൻ വേണം, ഇത് മാത്രം റിമൂവ് ചെയ്യാൻ വേണം. ഇതിൽ ഏത് ടൂളായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? സിംഗിൾ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ ഉപയോഗിച്ചാൽ പറ്റുമോ? പറ്റില്ല. ഞാൻ ഇപ്പൊ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എലമെന്റ് എടുക്കുവാണെന്ന് വിചാരിച്ചു, അതിൽ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ട് വോളായിട്ട് നിൽക്കുന്നുണ്ടാണ്. അപ്പൊ കണ്ടിന്യൂസ് വോൾ ആണെങ്കിൽ ഓക്കെ, ഇതിപ്പോ ഒരു കണ്ടിന്യൂസ് വോൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ടായിരിക്കും സെലക്ട് ആവുക. ഞാൻ ഇനിയിപ്പോ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എടുക്കുവാണ്. കോർണർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ട്രിം ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫുൾ വോൾ ഇവിടെ നിന്ന് റിമൂവ് ആവും അല്ലെ? അപ്പൊ നമുക്ക് ആ ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് അടുത്തൊരു ടൂൾ ഉണ്ടല്ലോ, നമ്മൾ ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് ചൂസ് ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് ഈ വോള് വേണ്ടത് ഇതുവരെയാണ്. എനിക്കിതാ ഈ ഒരു വോള് ഈ ഒരു സെന്റർ പോർഷൻ ആണ് റിമൂവ് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ള പോർഷൻസ് ഒന്നും കാണത്തില്ല, അതെല്ലാം ടോട്ടലി റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ 3 ടൂൾ യൂസ് ചെയ്തിട്ടും ഈ സെന്റർ പോർഷനിലുള്ള മാത്രം വോളിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് എലമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വോളിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഏത് വോളിനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നോക്കിക്കഴിഞ്ഞാൽ വോൾ സിംഗിൾ സെലക്ഷൻ ആയിരിക്കത്തില്ല, 2 സെപ്പറേറ്റ് വോൾസ് ആയിട്ടായിരിക്കും ഇരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ യൂസ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ കോർണർ ചെയ്തെടുക്കാം. അപ്പൊ ആ സെന്റർ പോർഷനിലെ വോൾ മാത്രമായിട്ട് ഓക്കെ ആണോ? അപ്പൊ നമുക്കൊരു കണ്ടിന്യൂസ് വോൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ പോർഷൻ മാത്രം കട്ട് ചെയ്യാന്ന് പറയുന്നത് ഈ 3 ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇമ്പോസിബിൾ ആണ്. അങ്ങനെയുള്ള കേസ് വരുമ്പോഴാണ് നമ്മൾ സ്പ്ലിറ്റ് എലമെന്റ് എടുത്തിട്ട് ആ വോളിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഫില്ലറ്റ് ടൂള് അല്ലെങ്കിൽ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്ക് വോളിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. എനി ടൈം നമ്മളിപ്പോ വോൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒരു വോളും കൂടെ വരയ്ക്കാൻ പോകുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്തൊരു വോളും വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്നുകിൽ ട്രിം ഓർ എക്സ്റ്റെൻഡ് കോർണർ അല്ലെങ്കിൽ സിംഗിൾ എലമെന്റ് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രിം ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വോളിനെ സെലക്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. വോളിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 ഗ്രിഡ് പോയിന്റ്സ് കാണാൻ പറ്റും. ആ ഗ്രിഡ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഈ വോളിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഈ വോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ആവശ്യമില്ലാത്ത വോളിനെ ട്രിം ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇവിടെ ഒന്ന് ട്രിം ഓർ എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക വോളിനെ. ഇപ്പൊ നമുക്ക് ഗ്രിഡ് പോയിന്റ്സ് കിട്ടും. ആ ഗ്രിഡ് പോയിന്റ്സ് യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ വോളിന്റെ സെന്റർ ലൈനിലോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ട്രിം ആയി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വോളിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. വോളിന്റെ ഡയമെൻഷൻ അല്ല, നമ്മുടെ റൂമിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഒരു റൂമിന്റെ അതായത് ഈ ഒരു പ്ലാനിന്റെ ഈ ഒരു വോളിനെ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അതായത് ഇന്നർ ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതിപ്പോ ഈ ഒരു വോളിന്റെ ഡയമെൻഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എത്രയാണെന്ന് കാണുന്നുണ്ട്, 300 ആണെന്ന് കാണുന്നുണ്ട്. ഇൻ കേസ് എനിക്ക് ആ ഒരു ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ഒരു 330 ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിറക്റ്റ് ഇവിടുന്ന് 330 കൊടുത്താൽ മതി കണ്ടോ, അത് ഇങ്ങോട്ടേക്ക് മൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെഷർ ചെയ്ത് ഈ വോൾ സെലക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ 330 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആകെ ഇത് 2 തമ്മിലുള്ള ഡയമെൻഷൻ, ഈ അകത്തുള്ള വോൾസുകൾ തമ്മിലുള്ള ഡയമെൻഷനാണ് കിട്ടുന്നത്. ഇനി എനിക്ക് വേണ്ടത് ഈ ഒരു വോളിന്റെ ഈ 2 വോൾസിന്റെ ഇന്നർ ഡയമെൻഷൻ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയമെൻഷനിന്റെ ഗ്രിഡ് പോയിന്റ്സ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് വോളിലോട്ടാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ. അതിന്റെ ഡയമെൻഷൻ ടോട്ടൽ 570 ആണെന്ന് കിട്ടും. ഇനി എനിക്കിപ്പോ അത് 570 മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ വോൾ സെലക്ട് ചെയ്തു. ഇവിടെ ഈ ഒരു വോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷനിങ്ങേ തന്നിട്ടുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഈ വോളിന്റെ സെന്റർ പോയിന്റ് ഇന്നർ ഡയമെൻഷൻ തൊട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഇതാ മൂവ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചാലും നേരത്തെ 570 കിട്ടും. എനിക്കതൊരു 590 അല്ലെങ്കിൽ 600 ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഡയമെൻഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, 600 എന്ന് കൊടുക്കുക. അപ്പൊ ഈ വോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. നമുക്ക് ഏത് വോളിനെയാണ് മൂവ് ചെയ്യേണ്ടത് അതിനെയാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം ഡയമെൻഷൻ മാറ്റി കൊടുക്കാൻ. ഇൻ കേസ് ഇപ്പൊ എനിക്ക് ഈ വോളിനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഈ വോൾ എടുക്കുമ്പോൾ ഇതിന്റെ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ 318 തന്നിട്ടുണ്ട്. എനിക്കത് 400 ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, ഒരു 400 ഡിസ്റ്റൻസിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഇവിടെ ഡയറക്റ്റ് വന്ന് 400 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ മതി. ഇനി എനിക്ക് ഇതിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഇന്നർ ടു ഇന്നർ ഡയമെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് 180. എനിക്കതൊരു 300 ആക്കണം എന്നുണ്ടെങ്കിൽ 300 ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് 300 മൂവ് ആകും. ഇതുപോലെ സിമിലർലി എല്ലാ വാൾസിനെയും നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ വാൾസിന്റെ കാര്യങ്ങൾ? പ്ലാൻ ആണ്. ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട്. എലിവേഷൻ ഇങ്ങനെയായിരിക്കും കിട്ടുക, സെക്ഷൻ. പിന്നെ നമുക്ക് ഇവിടെ 3D, ആ ഒരു വീടിന്റെ 3D കാണാൻ പറ്റും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ നാളത്തെ ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ബേസിക്